ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹോമി ക്രാഫ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റിയാണ്. എന്താ പറഞ്ഞാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ലബൂബു സ്കുഷിയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. അവൾ പറഞ്ഞു ഇങ്ങനെ സ്കുഷി ഉണ്ടാക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് സ്കുഷി ഉണ്ടാക്കുന്നുണ്ട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ലബൂബു എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ അവൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ആര്യ എന്നാണ്. അപ്പോൾ അവൾ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു A4 ഷീറ്റിൽ നിന്ന് നമുക്ക് എത്ര വലുപ്പത്തിൽ വേണം സ്കുഷി അങ്ങനത്തെ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പേപ്പർ കോപ്പി ആപ്പിൽ ആദ്യം നമ്മുടെ പിൻട്രസ്റ്റിലോ എവിടെയെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലബൂബു ഡ്രോയിങ് പിക്ചർ എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിക്ചർ കിട്ടും. അത് നമ്മൾ പേപ്പർ കോപ്പി ആപ്പിൽ വന്നിട്ട് ലോക്ക് ചെയ്ത് ട്രേസ് ചെയ്ത് വരയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. കുറച്ച് വെളിച്ചമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പെൻസിലുകൊണ്ട് വരച്ചിട്ടാണ് സ്കെച്ച് ചെയ്യണത്. നിങ്ങൾക്ക് ഡയറക്റ്റ് പേന കൊണ്ട് വരയ്ക്കുകയും ചെയ്യാം, സ്കെച്ച് കൊണ്ടോ അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഞാൻ വെളിച്ചമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ വരച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് പേപ്പർ ഇങ്ങനെ വന്നു. ഞാൻ അടിയിലേക്ക് വരയ്ക്കാൻ എന്താക്കിയില്ല, അത്ര അടിയിലേക്ക് വരച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെയായി. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് ഒട്ടിച്ചെടുക്കാം. 2 പേപ്പർ പോലെയായി. ഞാനിതിന് കൊടുക്കുന്ന കളറ് റെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇവിടെ റെഡ് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇങ്ങനെ തന്നെയാണ് എല്ലാ സ്കുഷിയും ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് റെഡി ആയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എത്ര പേർക്ക് റെഡിയായില്ല എന്ന്. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ റെഡ് കളറ് കൊടുക്കുകയാണ്. മൊത്തത്തിൽ കൊടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം കൊടുത്തപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ ബ്ലാക്ക് കളർ അതിൻ്റെ ഉള്ളിൽ മാത്രമേ കൊടുക്കണ്ടുള്ളൂ. പക്ഷെ ഞാനത് പുറത്തും കൊടുത്തു. മൂഡ് പോയി, ശരിക്കും മൂഡ് പോയി. പിന്നെ ആ മൂഡ് വന്നത് 12 മണിക്കാണ്. അങ്ങനെ ഞാൻ വീണ്ടും വന്ന് കളറൊക്കെ കൊടുത്ത് ഏകദേശം കുഴപ്പമില്ലാതെ വന്നു. അത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വീതിയുള്ള ഒരു ടാപ്പ് എടുക്കാം. ചെറുതല്ലാതെ കുറച്ച് വീതിയുള്ള ടാപ്പ് എടുത്തിട്ട് അതിന് കുറച്ച് ബാക്കി സൈഡിലേക്ക് ആക്കിയിട്ട് കൊടുക്കണം. എന്താ പറഞ്ഞാൽ അത് നമുക്ക് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഈ വീതിയുള്ള ടാപ്പ് എടുത്താൽ നമുക്ക് വേഗം പണി കഴിയും. ആ ചെറിയ ടാപ്പാണെങ്കിൽ നമ്മൾ കുറേ നേരം ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിത് ശരിക്കും ആവാൻ വേണ്ടിയിട്ട് മര്യാദക്ക് ഒട്ടിച്ചു കൊടുത്തതാണ്. പക്ഷെ അത് ശരിക്കും വന്നില്ല. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റ് പീൽ ചെയ്തെടുക്കാൻ പറ്റിയ ബുക്കിലോ ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ മേലെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതവിടെ ഒട്ടി പിടിക്കും, ആകെ കീറിപ്പോവും. ഇങ്ങനത്തെ ബുക്കായതുകൊണ്ട് വേഗം വന്നു. ഇതിൻ്റെ ഡ്രോയിങ് ബുക്കാണ്. അങ്ങനെ ബാക്കി വന്ന പീസ് ഞാൻ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നല്ല വലിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പകുതിയും അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിക്കായിരുന്നു. അപ്പോൾ വേഗം ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ബാക്കിലേക്ക് നല്ല വലിച്ച് നല്ല സെറ്റാക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ ഒന്നും ഒട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അതിൽ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ഇതായി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനത് ആ ടാപ്പോടൊക്കെ കട്ട് ചെയ്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു കവർ പോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കോട്ടൺ ആണ് നിറച്ച് കൊടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്ത് വേണമെങ്കിൽ ബബിൾ റാപ്പും ഒക്കെ കൊടുക്കാം. ഞാൻ കോട്ടൺ ആണ് കൊടുക്കണത്. ഈ കോട്ടൺ കൊടുക്കണതിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് കവറിനും ഉണ്ടാവുക. കോട്ടൺ നല്ല തിക്കായിട്ട് നല്ല അമർത്തി നല്ല സെറ്റാക്കിയിട്ട് തന്നെ നമ്മൾ നിറച്ച് കൊടുക്കണം. എന്താ പറഞ്ഞാൽ ഒട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല. അത് സെറ്റാക്കി അതിൻ്റെ സൗണ്ട് വേണമെങ്കിൽ നല്ല സെറ്റാക്കിയിട്ട് തന്നെ അതിനുള്ളിൽ നിറച്ച് കൊടുക്കണം. ഈ നിറച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ വരുന്ന ഇത് കണ്ട ആ പഞ്ഞി ഞാൻ അവിടെ കട്ട് ചെയ്തപ്പോൾ പഞ്ഞി പുറത്തേക്ക് വന്നു. അതാണ് ഉണ്ടായൊരു പ്രശ്നം.
അപ്പോൾ ഞാനതിൽ നിന്ന് കോട്ടണൊക്കെ എടുത്ത് അതും ഒന്ന് ടാപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി. അപ്പോൾ അതാ നന്നായി ഞാൻ കോട്ടൺ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ മേൽഭാഗം നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ഈ വീതിയില്ലാത്ത ടാപ്പ് കൊണ്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്കുഷി ഉണ്ടാക്കിയ 2 ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ഉമ്മയുടെ വിസിലിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. അതൊന്നും നമുക്ക് അരിയാക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാനിതാ നല്ല അമർത്തി പിടിച്ചിട്ട് തന്നെ നമുക്കത് ബാക്കിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ച് നല്ല സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കുഷി റെഡി. ഇത്രയുള്ള നമ്മുടെ സ്കുഷിയുടെ പണി. ഈസി ആയിട്ട് നമുക്ക് ഒരു പേപ്പറും ഒരു A4 ഷീറ്റും ഒരു ടാപ്പും ആൻഡ് കളേഴ്സ് സ്കെച്ച് പിന്നെ എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ, അതും മതി. കോട്ടൺ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവറും എടുക്കാം. പ്ലാസ്റ്റിക് കവറും ഇതിൻ്റെ കോട്ടൻ്റെ എഫക്റ്റ് തന്നെയാണ്. ഞാൻ കോട്ടൺ എടുത്തത് എൻ്റെ ഒരു പാവക്കുട്ടീൻ്റേതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലബൂബു സ്കുഷി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ASMR കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇത്രയുള്ള പണി കഴിഞ്ഞു. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചാണ്ട് അമർത്തിയാൽ മതി, എല്ലാം സെറ്റാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ വന്നുവെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരാം. അപ്പോൾ ബൈ.